ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ നാടൻ കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. മധുരം കുറവ് മതിയെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ കത്തിച്ചു കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ. നമ്മുടെ ശർക്കര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താ, ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പം അതാ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ഒരു നൂൽപ്പരുവം ഒന്നും ആകണ്ട, കുറച്ച് നേരം ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം എന്താ നമ്മുടെ ശർക്കര അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കണത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത്, കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മിക്സ്. അപ്പം അതായത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് ചൂടാറാൻ വയ്ക്കണം. ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പം നമ്മുടെ ശർക്കരയുടെ മിക്സിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കണം. ഞാൻ 1 കപ്പ് മാവിൻ്റെ അളവാണ് പറയണത്. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. പക്ഷേ അത് മൊത്തം നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കണുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തേക്കണത്, വറുത്ത അരിപ്പൊടി. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ വേണം നമുക്ക് വെള്ളം അളന്നെടുക്കാൻ. ആദ്യം 1 കപ്പ് യൂസ് ചെയ്ത് നോക്കുക. മാവ് സോഫ്റ്റ് ആയില്ലെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു നനവ് വേണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ചൂടല്ലേ, നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ഇപ്പോൾ പറ്റൂല. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറട്ടെ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ എന്താ ഒരു 10 മിനിറ്റോളം ആകാറായിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊരു ചൂടുണ്ട്, ഒത്തിരി അങ്ങ് ചൂടാറാൻ നോക്കണ്ട. ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണത്. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ വെള്ളം കൂടിയെന്ന് തോന്നിയാൽ
കുറച്ച് മാവിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എന്താ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇത്രയും മതിയാകും. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ച് മാവ് എടുക്കുക. മാവ് തുറന്ന് വെക്കരുത്, തുറന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെ നമ്മുടെ ശർക്കരയുടെ മിക്സും ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടേ, കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഒരു കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ പരത്തിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയ കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഈ ഒരു ഷേപ്പിൽ എടുക്കാൻ പറ്റും. നമ്മുടെ കൊഴുക്കട്ട ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു തുണി വെച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം, മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പോൾ എന്താ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തു. എനിക്കിവിടെ 8 കൊഴുക്കട്ടയാണ് കിട്ടിയേക്കണത്, ഈ ഒരു സൈസിൽ. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കണത്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലത്തെ തട്ടിൽ മാത്രമേ നമ്മുടെ കൊഴുക്കട്ട വയ്ക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളം തിളക്കട്ടെ. ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓരോരോ കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. വെള്ളം വയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം വയ്ക്കരുത്, കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ടാവും. തുറന്നു നോക്കാം. തീ ഓഫ് ചെയ്തു. ഇനി ഇപ്പോഴേ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കരുത്, അതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എന്താ നമ്മുടെ കൊഴുക്കട്ടയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.